Hello everyone, welcome to Edututor. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA-BSc സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ ഒഡീസി എന്ന ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് പോയിൻറ്റ്സുകൾ മാത്രം പഠിച്ച് പാഠത്തിൻ്റെ സമ്മറി മനസ്സിലാക്കിയിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകൂ. നമുക്ക് പോയിൻറ്റ്സുകൾ കണ്ടതിന് ശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കാം. സോ ലെറ്റ്സ് ഡോണ്ട് വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി ഗോ. ദി ഒഡീസി. ദി ഒഡീസി, ഹോമർ, ഇതാക്ക, ട്രോജൻ വാർ, ട്രോയ്. ലോട്ടസ് ഈറ്റേഴ്സ്, Poseidon, son of Polyphemus. Laestrygons, human eaters, 2 ships lost. Zeus, friends turned into swine. Land of dead spirit, Agamemnon, Theban. Sirens, Scylla, Calypso, Athena. ഒഡീസി ഇത് എഴുതിയിരിക്കുന്നത് ഏൻഷ്യൻ ഗ്രീക്ക് പോയറ്റായ ഹോമറാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം ഇതാക്കയാണ്. ഒഡീസി ഗ്രീക്കുകാർക്ക് വേണ്ടിയിട്ട് ട്രോജൻ എന്ന യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. യുദ്ധത്തിൽ ഒഡീസി തന്നെയാണ് വിജയിക്കുന്നത്. ഇതിന് ശേഷം ഇതാക്കയിലോട്ട് ഒഡീസിയും ഫ്രണ്ട്സും തിരിച്ചു വരികയാണ്. കപ്പൽ യാത്ര വഴിയാണ് ഇവർ തിരിച്ചു വരുന്നത്. പക്ഷെ അദ്ദേഹത്തിനും ഫ്രണ്ട്സിനും വഴി തെറ്റി പല സ്ഥലങ്ങളിലായിട്ട് എത്തിച്ചേരുന്നുണ്ട്. ഈ സ്ഥലങ്ങളിൽ ഇവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആദ്യമായിട്ട് ഇവർ എത്തിച്ചേരുന്നത് ലോട്ടസ് ഈറ്റേഴ്സിൻ്റെ അടുത്താണ്. താമര തിന്ന് ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവർ. ഒഡീസിയിലെ ചില ഫ്രണ്ട്സൊക്കെ ഇവരുടെ കൂടെ കൂടുന്നുണ്ട്. പക്ഷേ ഒഡീസിയും മറ്റു കുറച്ച് ഫ്രണ്ട്സും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം അവരെത്തിച്ചേരുന്നത് പൊസീഡൻ്റെ അടുത്താണ്. പൊസീഡൻ ഒരു സീ ഗോഡസ് ആണ്. സീ ഗോഡസ് എന്ന് പറഞ്ഞാൽ കടൽ ദേവത. പോസിഡൻ്റെ മകനാണ് പോളിഫെമസ്. പോളിഫെമസും ഒഡീസിയും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഒഡീസി പോളിഫെമസിൻ്റെ കണ്ണ് ചതക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒഡീസിയും ഫ്രണ്ട്സും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ ഇതിന് ശേഷം ഇവരെത്തിച്ചേരുന്നത് ലേസ്ട്രിഗോൺസിൻ്റെ അടുത്താണ്. അപ്പോൾ ലേസ്ട്രിഗോൺസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർ, അവർ മനുഷ്യന്മാരെ തിന്നുന്നവരാണ്. അപ്പോൾ ഇവിടെ വെച്ച് മൊത്തം ഒഡീസിക്ക് 12 കപ്പലുകളുണ്ടായിരുന്നു. അതിൽ 11 എണ്ണവും ഇവിടെ വെച്ച് നശിച്ചു പോവുകയാണ്. അങ്ങനെ ഒരു കപ്പൽ മാത്രം ഉപയോഗിച്ച് ഒഡീസിയും ഫ്രണ്ട്സും ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലേസ്ട്രിഗോൺസിൻ്റെ അടുത്ത് നിന്നും ഇവരെത്തിച്ചേരുന്നത് സേഴ്സ് എന്ന സീ ഗോഡസിൻ്റെ അടുത്താണ്. സേഴ്സ് ഒരു എൻചാൻഡ്രസ് ആണ്. എൻചാൻഡ്രസ് എന്ന് പറഞ്ഞാൽ മന്ത്രവാദിനി. അപ്പോൾ സേഴ്സ് ഒഡീസിയുടെ ഫ്രണ്ട്സിനെ സ്വൈനാക്കി മാറ്റുകയാണ്. സ്വൈൻ എന്ന് പറഞ്ഞാൽ പന്നികളാണ്. അപ്പോൾ പന്നികളാക്കി മാറ്റുന്നുണ്ട്. ഒഡീസി പിന്നീട് ഇവരെല്ലാം രക്ഷിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ രക്ഷപ്പെട്ട് എത്തുന്നത് ലാൻഡ് ഓഫ് ഡെഡ് സ്പിരിറ്റ് ആണ്. ലാൻഡ് ഓഫ് ഡെഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച ആത്മാക്കളുടെ ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ അവിടെ വെച്ച് അഗമെമ്നോൻ എന്ന ഒരു ആത്മാവിനെയും പിന്നെ തെബാൻ മറ്റൊരാത്മാവിനെയും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒഡീസി ഒരു ട്രിക്ക് പഠിക്കുന്നുണ്ട് ഈ ആത്മാക്കളിൽ നിന്നും. പൊസീഡൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പൊസീഡൻ. അപ്പോൾ പൊസീഡന് ഒഡീസിയോട് ഒരു ദേഷ്യം ഉണ്ടല്ലോ, ആ ദേഷ്യം എങ്ങനെ മാറ്റാം എന്നൊരു ട്രിക്കാണ് ഇവിടെ വെച്ച് പഠിക്കുന്നത്. അതിനുശേഷം പിന്നെ ഇവിടെ നിന്നും ഇവർ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അങ്ങനെ ലാൻഡ് ഓഫ് ഡെഡ് സ്പിരിറ്റിൽ നിന്നും സൈറൻസിലാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇവിടെയും വെച്ച് ഇവർ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരെത്തിച്ചേരുന്നത് സില്ല എന്ന സ്ഥലത്താണ്. അവസാനം സില്ലയിൽ നിന്ന് ഒഡീസി മാത്രമാണ് രക്ഷപ്പെടുന്നത്. അങ്ങനെ രക്ഷപ്പെട്ട് ഒഡീസി എത്തിച്ചേരുന്നത് കാലിപ്സോ എന്ന ഗോഡസിൻ്റെ അടുത്താണ്. അവിടെ വെച്ച് കാലിപ്സോയ്ക്ക് ഒഡീസിയോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ ഒഡീസിയെ കാലിപ്സോ തടവിലാക്കുന്നുണ്ട്. പക്ഷെ അദീന എന്ന മറ്റൊരു ഗോഡസ്, ആ ഗോഡസ് വഴിയാണ്
ഒഡീസിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ തിരിച്ച് 9 വർഷങ്ങൾക്ക് ശേഷം ഒഡീസി ഒറ്റയ്ക്ക് ഇതാക്കയിൽ എത്തിച്ചേരുന്നതാണ് ഈ കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി. ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ സ്റ്റുഡൻസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബൈ ഹാർട്ട് ചെയ്യുക എന്നതാണ്. ഷോർട്ട് ആൻസേഴ്സും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും എല്ലാം കൂടി ഒരു എസ്സേ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസേഴ്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എസ്സേ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.